Dear class, today's session is residential status and tax liability. അപ്പോൾ ഇത് നമുക്ക് ഒരു ഇൻഡിവിജ്വലിൻ്റെ സ്റ്റാറ്റസ്, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്, വി യൂസ് ടു സേ ദാറ്റ് ഹീസ് എ നോൺ റെസിഡൻറ്റ് ഇന്ത്യൻ ഓർ ഹീസ് റെസിഡൻറ്റ് ഇന്ത്യ. അപ്പോൾ അതെങ്ങനെയാണ് വി ഡിസൈഡ്, ഇതിനെ ബേസ് ചെയ്തിട്ടാണ് അയാളുടെ ടാക്സ് ലയബിലിറ്റി നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത്. എന്താണ് ഒരാളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്, അയാൾ റെസിഡൻ്റ് ആണോ നോൺ റെസിഡൻ്റ് ആണോ എന്ന് തീരുമാനിക്കാനായിട്ട് ദർ ആർ സം conditions. അതാണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് എൻ SSC is determined with reference to his residence in India during the previous year. അപ്പോൾ ഒരാളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ക്യാൻ ബി ഓഫ് 3 types. ഒരെണ്ണം അയാൾ റെസിഡൻ്റ് ആയിരിക്കുക എന്നുള്ളതാണ്, റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറിലി റെസിഡൻറ്റ്. The other one is not ordinarily resident, and the third one is a non-resident. These are the 3 statuses an individual can have. അയാൾ റെസിഡൻ്റ് ആയിരിക്കാം, നോട്ട് ഓർഡിനറിലി റെസിഡൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ നോൺ റെസിഡൻ്റ് ആയിരിക്കാം. അപ്പോൾ ഇത് ഡിസൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഡിറ്റർമിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ഹാവ് സം കണ്ടീഷൻസ്. ആ കണ്ടീഷൻസ് ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം നമ്മൾ. എന്നിട്ട് ആ കണ്ടീഷൻസ് എത്രത്തോളം സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഒരാളുടെ സ്റ്റാറ്റസ്, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഇരിക്കുന്നത്. So the conditions are, we have 2 types of conditions, A and B, basic conditions and additional conditions. അതിൽ 2 basic conditions ആണുള്ളത്. അത് ഫസ്റ്റ് വൺ ഇസ് ഹീസ് ഇൻ ഇന്ത്യ ഇൻ ദ പ്രീവിയസ് ഇയർ ഫോർ എ പീരിയഡ് ഓഫ് 182 days ഓർ മോർ. പ്രീവിയസ് ഇയറിൽ 182 ദിവസമോ അതിലധികമോ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ പ്രീവിയസ് ഇയറിൽ 60 ദിവസം ഉണ്ടായിരുന്നാലും മതി, പ്രൊവൈഡഡ് അയാൾ അതിന് മുമ്പുള്ള 4 വർഷങ്ങളിൽ 365 ദിവസം ഇന്ത്യക്കകത്തുണ്ടായിരിക്കണം. ഇതാണ് 2 ബേസിക് കണ്ടീഷൻസ്. പ്രത്യേകം ശ്രദ്ധിക്കണം. ഫസ്റ്റ് വൺ ഇസ് 182 days ഓർ മോർ ഇൻ ഇന്ത്യ. പ്രീവിയസ് ഇയറിൽ 182 days ഓർ മോർ. ഇനി അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ, 182 ഇല്ല എന്നുണ്ടെങ്കിൽ 60 ദിവസമായാലും മതി. 60 ദിവസമാണ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതിന് മുമ്പുള്ള, പ്രീവിയസ് ഇയറിന് തൊട്ട് മുമ്പുള്ള 4 വർഷങ്ങളിൽ 365 ദിവസം അയാൾ ഇന്ത്യക്കകത്തുണ്ടായിരിക്കണം. ഇതാണ് ബേസിക് ആയിട്ടുള്ള കണ്ടീഷൻസ്. യു ജസ്റ്റ് ഗോ ത്രൂ ദ എക്സെംഷൻസ് ടു ദീസ് ബേസിക് കണ്ടീഷൻസ്. അത് നമുക്കധികം കോമൺ ആയിട്ട് ആവശ്യം വരാറില്ല. എങ്കിലും ഇൻ സം കേസസ് ഈ 60 ദിവസം എന്നുള്ള റൂളിന് എക്സെംഷൻസ് ഉണ്ട്. അത് ഈ ചില ഷിപ്പിംഗ് ആയിട്ടുള്ള കമ്പനികളിൽ വർക്ക് ചെയ്യുന്ന, ഷിപ്പിലൊക്കെ പോകുന്ന ആളുകൾക്കൊക്കെയാണ് അതുള്ളത്. യു ജസ്റ്റ് ഗോ ത്രൂ ദാറ്റ്. ഇനി അതാണ് ബേസിക് കണ്ടീഷൻ. അഡീഷണൽ കണ്ടീഷൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഹി ഹാസ് ബിൻ ഇൻ ഇന്ത്യ, റെസിഡൻറ്റ് ഇൻ ഇന്ത്യ ഇൻ അറ്റ്ലീസ്റ്റ് 2 out of 10 പ്രീവിയസ് ഇയർ. 2 അഡീഷണൽ കണ്ടീഷൻസ് ഉണ്ട്. അടുത്ത ഷീറ്റിലാണ് അത് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. സെക്കൻഡ് വൺ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രീവിയസ് ഇയറിന് മുന്നുള്ള 10 വർഷങ്ങളിൽ 2 വർഷം അയാൾ ഇന്ത്യക്കകത്തുണ്ടായിരിക്കണം, റെസിഡൻ്റ് ആയിരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ അഡീഷണൽ കണ്ടീഷൻ എന്ന് പറയുന്നത് പ്രീവിയസ് ഇയറിന് മുമ്പുള്ള 7 വർഷങ്ങളിൽ 730 ദിവസം, 730 days in all during the 7 previous years preceding the relevant previous year. So these are the 2 additional conditions. So we discuss what are the basic conditions and the additional conditions. അപ്പോൾ ഈ 2 കണ്ടീഷൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഒരു ഇൻഡിവിജ്വലിൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഉള്ളത്. സോ നമുക്കത് നോക്കാം എങ്ങനെയാണെന്ന്. when a person becomes resident, not ordinarily resident and non-resident. An individual is resident when he satisfies both the additional conditions. അതായത് both the additional, ഏതെങ്കിലും ഒരു additional conditionും both the additional conditions, any one of the basic condition and both the additional conditions. അതായത് ഏതെങ്കിലും ഒരു ബേസിക് കണ്ടീഷൻ അങ്ങനെയാണല്ലോ, ഒന്നെങ്കിൽ 182 days അല്ലെങ്കിൽ 60 daysഉം 365 days അങ്ങനെയാണ് നിൽക്കുന്നത്. സോ ഇഫ് an individual satisfies the basic condition and both of the additional conditions, he becomes a resident. Ini suppose if the individual satisfies the basic conditions and does not satisfy both the additional conditions, he becomes not ordinary resident. അതായത് ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയും 2 അഡീഷണൽ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് അയാൾ നോട്ട് ഓർഡിനറിലി റെസിഡൻ്റ് ആകുന്നത്. എന്നാൽ ഇനി സപ്പോസ് ഇഫ് ദ ഇൻഡിവിജ്വൽ ഡസ് നോട്ട് സാറ്റിസ്ഫൈ ദ ബേസിക് കണ്ടീഷൻ ഇറ്റ് സെൽഫ്, ബേസിക് കണ്ടീഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്നാണെങ്കിൽ ഹി ബിക്കംസ് എ നോൺ റെസിഡൻറ്റ്. സോ this is how we decide the residential status of an individual. കാരണം റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് അനുസരിച്ചിട്ടാണ് ഒരു ഇൻഡിവിജ്വലിൻ്റെ ടാക്സ് ലയബിലിറ്റി നമ്മൾ ഡിറ്റർമിൻ ചെയ്യേണ്ടത്. നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യേണ്ടിയിരുന്ന പോർഷനാണ്, ബട്ട് സ്റ്റിൽ നമുക്കിപ്പോൾ മനസ്സിലാക്കിയാലും മതി. ഇത് നമ്മൾ തിയറി നോട്ട്സ് വി ഓൾറെഡി ഷെയർഡ് ഇൻ ദ ഗൂഗിൾ ക്ലാസ് റൂം. സോ ദിസ് ഇസ് ഹൗ വി ഡിസൈഡ് ദ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് എൻ ഇൻഡിവിജ്വൽ. സോ അതിൽ നിങ്ങൾ വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ലിസൺ ചെയ്യുകയോ തിയറി നന്നായി മനസ്സിലാക്കുകയോ ചെയ്യുക. സോ നമുക്ക് 1-2 പ്രോബ്ലംസ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഹിയർ ഒരു പ്രോബ്ലം ഞാൻ നോട്ട് ഡൗൺ ചെയ്തിട്ടുള്ളതാണ്. മിസ്റ്റർ ടോം ഹി ലെഫ്റ്റ് ഫോർ കാനഡ ഇൻ May 2017 പോയതാണ്. ആഫ്റ്റർ സ്റ്റേയിങ് ഇൻ ഇന്ത്യ ഫോർ 10 years. So he came back on
2019 സെപ്റ്റംബർ 1 അയാൾ തിരിച്ചു വരികയും ചെയ്തിട്ടുണ്ട്. 2017 മെയ്യിന് അയാൾ പോകുമ്പോൾ ഇന്ത്യക്കകത്ത് 10 വർഷം നിന്നിട്ടാണ് പോകുന്നത്. സോ അയാളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എങ്ങനെ ഡിറ്റർമിൻ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് വി ഡിസൈഡ് പ്രീവിയസ് ഇയറിൽ എത്ര ദിവസം അയാൾ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ ആദ്യം നോക്കണം. നിങ്ങൾ കറക്റ്റ് ഡേറ്റ് തൊട്ടിട്ട് കൺസിഡർ ചെയ്യുക. അതായത് 1 സെപ്റ്റംബർ 2019 മുതൽ 31 മാർച്ച് 2020 വരെ എത്ര ദിവസം ഉണ്ടെന്ന് നിങ്ങൾ കൗണ്ട് ചെയ്ത് നോക്കുക. ദെൻ യു ക്യാൻ സീ ദാറ്റ് ഇറ്റ് കംസ് അറൗണ്ട് 212 to 213 ഡിപ്പെൻസ് അപ്പോൺ ഫെബ്രുവരിയിൽ എത്ര ദിവസം ഉണ്ടെന്ന് നോക്കിയിട്ട് 212 മുതൽ 213 ദിവസം വരെ അയാൾ പ്രീവിയസ് ഇയറിൽ ഉണ്ടായിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഹീ സാറ്റിസ്ഫൈസ് ദ ബേസിക് കണ്ടീഷൻ. ബേസിക് കണ്ടീഷൻ അയാൾ സാറ്റിസ്ഫൈ ചെയ്തു. എന്നിട്ട് അയാൾ 2017 ഇന്ത്യക്കകത്ത് നിന്ന് പോവുകയാണ്. ആഫ്റ്റർ സ്റ്റേയിങ് ഫോർ 10 years 10 വർഷം അയാൾ നിന്നിട്ടാണ് 17 പോകുന്നത്. അതുകൊണ്ട് തന്നെ അയാൾ ബേസിക് കണ്ടീഷൻസും തീർച്ചയായിട്ടും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ മിസ്റ്റർ ടോം ഈസ് റെസിഡൻറ്റ് ഇൻ ഇന്ത്യ. ഇങ്ങനെയാണ് നമ്മളൊരാളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് തീരുമാനിക്കേണ്ടത്. അയാൾ റെസിഡൻ്റ് ആണോ, നോട്ട് ഓർഡിനറിലി റെസിഡൻ്റ് ആണോ, നോൺ റെസിഡൻ്റ് ആണോ എന്ന് ഇങ്ങനെയാണ് തീരുമാനിക്കേണ്ടത്. അടുത്തത് നോക്കൂ. പ്രോബ്ലം മിസ്റ്റർ തോമസ് ഹീസ് എ ഫോറിൻ നാഷണൽ. പ്രോബ്ലം നിങ്ങൾ ജസ്റ്റ് വായിച്ച് നോക്കുക. അയാൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എങ്ങനെയാണ് തീരുമാനിക്കേണ്ടതെന്നാണ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അയാൾ പ്രീവിയസ് ഇയറിൽ യു ജസ്റ്റ് കൗണ്ട് ഡൗൺ. അത് ഡേയ്സ് എത്ര എന്നുള്ളത് കൗണ്ട് ചെയ്യണം. നിങ്ങൾ എത്ര ഡേയ്സ് പ്രീവിയസ് ഇയറിൽ ഉണ്ടെന്നുള്ളത്, അയാൾ വന്നതും പോയതുമായിട്ടുള്ള ഡേറ്റുകളെല്ലാം ഈ പ്രോബ്ലംസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യു നോട്ട് ഡൗൺ ദ ഡേറ്റ്സ് ഓഫ് ഹിസ് സ്റ്റേ ഇൻ ദ പ്രീവിയസ് ഇയർ. പ്രീവിയസ് ഇയറിൽ എത്ര ഡേറ്റ് ഉണ്ട്, അതിന് മുമ്പുള്ള വർഷങ്ങളിൽ എത്ര ദിവസങ്ങളുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് നോട്ട്ബുക്കിൽ എഴുതി എണ്ണി നോക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഈ പ്രോബ്ലത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇയാൾ 143 ദിവസമാണ് പ്രീവിയസ് ഇയറിൽ ഉണ്ടായിട്ടുള്ളത്. 1819 അയാൾ 143 ദിവസം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അയാൾ മറ്റ് കണ്ടീഷൻസ് ഒന്നും സാറ്റിസ്ഫൈ ചെയ്യുന്നുമില്ല. അതുകൊണ്ട് തന്നെ പ്രീവിയസ് ഇയറിൽ നോക്കൂ. പ്രീവിയസ് ഇയറിൽ ബേസിക് കണ്ടീഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. പ്രീവിയസ് ഇയറിൽ ഉണ്ടായിട്ടില്ല. 18-19 അയാൾ 143 ദിവസം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മിസ്റ്റർ തോമസ് ഒരു നോൺ റെസിഡൻ്റ് ആണ്. ഹി ഡസ് നോട്ട് സാറ്റിസ്ഫൈ ദ ബേസിക് കണ്ടീഷൻ ഇറ്റ്സെൽഫ്. സോ ഹി ബിക്കംസ് എ നോൺ റെസിഡൻറ്റ്. ഇനി അടുത്ത പ്രോബ്ലം ഒന്ന് നിങ്ങൾ മിസ്റ്റർ ശിവകുമാറിൻ്റെ പ്രോബ്ലം ഒന്ന് നോക്കുക. അങ്ങനെ നോക്കുമ്പോൾ ടോട്ടലി ഇയാളുടെ ഡേയ്സ് ഓഫ് സ്റ്റേ എന്ന് പറയുന്നത് 174 ഡേയ്സ് ആണ് ഉണ്ടായിട്ടുള്ളത്. അതിൽ ഇയാൾ പ്രീവിയസ് ഇയറിൽ എത്ര ദിവസം ഉണ്ടായിട്ടുണ്ടെന്ന് നോക്കണം. ദെൻ വി ക്യാൻ സീ ദാറ്റ് he also does not satisfy the basic condition. So he becomes a non-resident. This problem നിങ്ങൾ സെൽഫായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ദെൻ യു ക്യാൻ ഫൈൻഡ് ഔട്ട് എങ്ങനെയാണ് ഒരാളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് തീരുമാനിക്കേണ്ടതെന്ന്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പ്രസൻറ്റേഷൻ കൺക്ലൂഡ് ചെയ്യുകയാണ്. സോ നമ്മൾ ജസ്റ്റ് അയാളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസും മാത്രം നോക്കി, അതായത് റെസിഡൻറ്റ് എങ്ങനെയാണ്, നോൺ റെസിഡൻറ്റ്. ഇന്ന് കുറച്ചും കൂടി പ്രോബ്ലംസ് നമുക്ക് വർക്കൗട്ട് ചെയ്യണം. സോ ഇത് ക്ലിയർ ആയിട്ട് ഇതിൻ്റെ തിയറിയിലൂടെ നിങ്ങൾ കടന്നു പോകണം. നന്നായിട്ട് അത് വായിച്ച് മനസ്സിലാക്കുക. Then so I wind up today's sessions. Thank you.